എടാ നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തില്ലേ? കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാൻ ഇന്നാറും. നിനക്ക് മാട്ടുപ്പെട്ടി ചന്തയിൽ പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ? വന്നു കയറിയ മഹാലക്ഷ്മിയെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ? ഒരു ഒത്തുതീർപ്പാകാം, എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും. ഓക്കെ? ഓഹോ, അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെള്ളം പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. ഞാനെന്തൊരു കണ്ണൻ, എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്താന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ? പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ഓ അതിനെന്താ? ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ, പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോടേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറിനോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തയെ അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി ശരി. അച്ചി ആരാ എന്നെ പറ്റി പറഞ്ഞു? എന്നെ ചോദിക്കൂലേ? നല്ല വർത്താനം വായിന്ന് കേൾക്കണ്ടെങ്കിൽ വീടിച്ചോണ്ട് പോലെ തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചെടുത്ത് മഴപ്പെട്ടി മാക്കാനെ കൊണ്ടല്ലടി പോയത്. വിളിച്ചത് പോടെ എന്റെ പമ്പക്കാരെ. നീ ആണെങ്കിൽ നിന്റെ പെമ്പറിനോരെ ആദ്യം കൊണ്ടുപോകണം. ഞാനായതുകൊണ്ടാണ് ഇതുകൊണ്ടൊരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായത്. അയൽവക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിൽ പൈങ്കിലും അങ്ങനെ ഉണ്ടായതാണ് നിന്റെ മോള്. ഇത്തരം മാറിയ ചെറ്റ വർത്താനം ചന്ത പോലെ ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ? പിന്നല്ലാതെ എവിടുന്ന് കിട്ടിയടേ യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞടാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ. അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് യവൻ. പച്ചവന്. നീ പോടാ മറച്ചവന്. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവനാണ് മാറ്റി